ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ കരുത്തരാണെന്ന ഇ.പി. ജയരാജന്റെ പ്രസ്താവനയും ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന വി.ഡി. സതീശന്റെ ആരോപണവും മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കേരളത്തിലെ മത്സരം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണെന്ന പാർട്ടി നയം വ്യക്തമാക്കി മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ജയരാജനെ തള്ളി. ഇപ്പോൾ ജയരാജനും വിശദീകരിച്ച് തിരുത്തി. അല്ലെങ്കിൽ തോക്കാൻ നിർത്തോ കേന്ദ്രമന്ത്രിമാർ? അവർ നിർത്തുന്നത് തന്നെ ഒരു ഇമേജ് വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിണറായിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അദ്ദേഹം നയം വ്യക്തമാക്കിയില്ലേ? പിന്നെ വേറെ ആൾ വ്യക്തമാക്കേണ്ട കാര്യം എന്താ? രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ജയരാജൻ തള്ളി. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും കേരളത്തിലെ എൽ.ഡി.എഫ്. കൺവീനറും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊരു മറുപടി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പടത്തിൽ കാണുന്നതാണ്. എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി.ഡി. സതീശന് സൗജന്യമായി കൊടുക്കുന്നു. ഇ.പി. ജയരാജന്റെ പ്രസ്താവനയും രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട ആരോപണവും CPM ബി.ജെ.പി. അന്തർധാരയുടെ തെളിവായി യു.ഡി.എഫ്. ഉയർത്തിക്കാട്ടിയതോടെയാണ് എൽ.ഡി.എഫ്. കൺവീനർ വിശദീകരണവുമായി രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.